CPIM-ന് വേണ്ടി പണിയെടുക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഗുണ്ടാ സംഘങ്ങളുണ്ട് എന്ന വെളിപ്പെടുത്തലാണ് കെ സുധാകരൻ നടത്തുന്നത്. താൻ DCC അധ്യക്ഷനായിരിക്കുമ്പോഴും നിരവധിയായ സഹപ്രവർത്തകരെ അതിക്രൂരമായി കൊണ്ടിട്ട് ലോക്കപ്പിൽ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഉദാഹരണ സഹിതമുള്ള കാര്യങ്ങൾ പങ്കുവച്ചാണ് കെ സുധാകരൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. ഷാഫി പറമ്പിൽ ഒരു സാധാരണ വ്യക്തിയല്ല, അദ്ദേഹം ജനപ്രതിനിധിയാണ്, MP ആണ്. ഈ ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP ആണ്. 1.25 ലക്ഷം വോട്ടിന് CPIM-ന്റെ KK ശൈലജ എന്ന PR-ൽ തിളങ്ങി നിന്നിരുന്ന, വലിയ തോതിൽ അവർക്ക് വേണ്ടി PR വർക്ക് നടത്തി അവരെ വിജയിപ്പിക്കാൻ വേണ്ടി CPIM ശ്രമിച്ചതാണ്. അവരാണ് പരാജയപ്പെട്ടു പോയത്. വലിയ രീതിയിലുള്ളൊരു കടുത്ത ആഘാതം CPIM-നെ ആ കാലത്ത് പിടികൂടിയിരുന്നു. ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും നയിക്കുന്ന യുവനിരയെ തകർക്കാൻ CPIM-ന് കഴിയാത്തത് കൊണ്ടാണ് അതിനുവേണ്ടി പ്രത്യേകമായി റിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് CPIM പല രീതിയിലുള്ള പാതിരാ നാടകങ്ങളും കളിക്കുന്നതെന്ന് കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. കെ സുധാകരൻ പറയുകയാണ്, തനിക്കെതിരെയും ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തി, തനിക്ക് ഇത്തരത്തിൽ ഒരു അവിഹിതമുണ്ട് എന്ന രീതിയിൽ പണ്ട് നടത്തിയ പ്രസ്താവന നമുക്കറിയാം. അങ്ങനെ നടത്തിയപ്പോൾ ആ ആരോപണത്തിൽ തന്നോടൊപ്പം പേര് വലിച്ചിഴക്കപ്പെട്ട ആ സ്ത്രീ തന്നെയാണ് പിന്നീട് വന്ന് പറഞ്ഞത് അത്തരത്തിൽ ഒരു രീതിയിലുള്ള ബന്ധവുമില്ല. ഇതാണ് CPIM-ന്റെ ശ്രമം. ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നാറ്റക്കേസുമായി കൊണ്ടുവരും, അതിനുവേണ്ടി ഗർഭക്കേസ് ഉണ്ടാക്കും. അതല്ലാതെ മറ്റ് രീതികളിൽ CPIM-ന് തകർക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ TPയെ പോലുള്ളവരെ കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ്. പൈശാചികത്വം, അതാണ് CPIM-ന്റെ മുഖമുദ്ര എന്ന് കെ സുധാകരൻ വിളിച്ചു പറയുകയാണ്. നോക്കൂ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എന്തിനായിരുന്നു KPCC-യിൽ ഇങ്ങനെ ഒരു പുനഃസംഘടന? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു? കെ സുധാകരൻ തൻ്റെ ജോലി 100% ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അവിടെ ആർക്കായിരുന്നു ഇത്ര കല്ലുകടി എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നു. തനിക്ക് പാർട്ടിക്ക് അതീതമായൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ VD സതീശൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നോക്കൂ, VD സതീശൻ തള്ളിപ്പറഞ്ഞവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടമായിക്കോട്ടെ, ഷാഫി പറമ്പിലായിക്കോട്ടെ, കെ സുധാകരനായിക്കോട്ടെ, ഇവരെല്ലാം രമേശ് ചെന്നിത്തലയോടൊപ്പം നിന്ന് കൃത്യമായി വിശാലമായി അവർ പോരാടുകയാണ്. അതുമാത്രമല്ല, KC വേണുഗോപാലും ഇപ്പോൾ അവരോടൊപ്പം തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ VD സതീശനും ഇപ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. എറണാകുളം ബെൽറ്റ് തന്നെ സതീശനെ കൈവിട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സതീശനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ തുറന്നു പറയുന്നു.